ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ വിജയം നേടണമെന്ന് ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിജയിക്കണം, അങ്ങനെ ന്യൂനതയില്ലാതെ മുൻപോട്ട് പോകണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും, നമ്മുടെ ജീവിതത്തിൻ്റെ ആകമാനമുള്ള രക്ഷയും നന്മയും ക്രിസ്തുവിൽ നിന്നാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഓരോ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തുന്നത് രക്ഷയിലാണ്. പ്രവൃത്തികളൊക്കെ താൽക്കാലികതയാണ്, അതെല്ലാം രക്ഷ പ്രാപിക്കുന്നത് ദൈവത്തിലായിത്തീരുമ്പോഴാണ്. അപ്പോൾ യേശു ക്രിസ്തുവിലായിത്തീരുക എന്നതിന് അടിസ്ഥാനപരമായ ആവശ്യമുള്ളൊരു കാര്യമാണ് യേശു കർത്താവാണ് എന്ന ബോധം. യേശു കർത്താവാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ പ്രവൃത്തികളുടെ ഒക്കെ ഉടയവൻ യേശുവാണെന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ് എന്ന വാക്കിനർത്ഥം തന്നെ കർമ്മം ചെയ്യുന്നവനെന്നാണ്. ഉടയവൻ എന്ന അർത്ഥമുണ്ട്, കർമ്മം ചെയ്യുന്നവൻ. ലോഡ് എന്നാൽ യജമാനൻ എന്നാണ്. ഓരോ പ്രവൃത്തിയുടെയും പൂർണ്ണരൂപം യജമാനൻ്റെ കയ്യിലാണ്. ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് കർഷക തൊഴിലാളിയാണ്. ആരുടെ കൃഷിയാണെന്ന് ചോദിച്ചാൽ യജമാനൻ്റെ പറയും. ഒരു രാജാവ് ഒരു മണിമന്ദിരം നിർമ്മിച്ചത് മുഴുവനും പാവപ്പെട്ട തൊഴിലാളികളാണ്. അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ്. പക്ഷെ ആര് നിർമ്മിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഈ നിർമ്മിച്ച ആളുകളെ ഒന്നുമല്ല, അത് ആരാണ് അതിൻ്റെ ഓണർ, ഉടയവൻ, അവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആകമാനമുള്ള വിജയത്തിൻ്റെ ഉടയവൻ, നമ്മുടെ ജീവിത പ്രവൃത്തികളുടെ ആകമാനമുള്ള ഉടയവനായ ഒരുവൻ, അവൻ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറയണമെന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ എൻ്റെ പ്രവൃത്തികളുടെ നാഥനാണ് ക്രിസ്തു എന്ന് ഞാൻ ഏറ്റുപറയുകയാണ്. ഞാനിത് പറയാൻ കാരണം ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ്. അത് പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടതില്ലേ, ആലോചന ചോദിക്കാത്ത പ്രവൃത്തികളൊക്കെ പരാജയത്തിൽ പെടില്ലേ എന്ന കാര്യമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ ന്യായമെന്ന് തോന്നാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് വളരെ വിശദമായി പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രവൃത്തിക്ക് ഒരു താൽക്കാലികതയും ഒരു ആത്യന്തികതയും ഉണ്ട്. ഓരോ പ്രവൃത്തിയും, ഓരോ ജീവിതവും താൽക്കാലികമാണ്, അതേസമയം നിത്യമായ ഒന്നുമായി ബന്ധപ്പെട്ടതുമാണ്. ഈ താൽക്കാലികതയും നിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിവേചന ബോധത്തോടെ പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ സാമാന്യഗതിയിൽ വിശ്വാസികളായവർ പറയും, ഈ ദൈവാലോചന ഇല്ലാത്തത് കൊണ്ടാണ് പ്രവൃത്തികളൊക്കെ പരാജയപ്പെടുന്നത്, ദൈവാലോചന ഇല്ലാത്തത് കൊണ്ടാണ് പ്രവൃത്തികൾ പരാജയപ്പെടുന്നത് എന്ന് സാധാരണ നാം വ്യവഹരിക്കുന്നത് ഈ പറഞ്ഞ താൽക്കാലികതയിലുള്ള വിജയത്തെ സംബന്ധിച്ചാണ്. ഒരു പ്രവൃത്തി താൽക്കാലികതയിൽ വിജയം വരിക്കുന്നു, അല്ലെങ്കിൽ ഫ്ലറിഷായി കാണുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് വരുന്നതാണ് വിജയമെന്ന് സാമാന്യഗതിയിൽ നാം തെറ്റിദ്ധരിക്കും. ഒരു പ്രവൃത്തിയുടെ ആത്യന്തികതയിലാണ് വിജയമുണ്ടാകുക, താൽക്കാലികതയിലുള്ളത് പുരോഗതി മാത്രമാണ്. നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിജയത്തിലെത്തുന്നത് ആത്യന്തികമായിട്ടാണ്. താൽക്കാലികതയിൽ എങ്ങനെയാണ്? ഒരു പ്രവൃത്തി നാം ആരംഭിക്കുന്നു, അത് നമുക്ക് ധനം നൽകുന്നു, സമ്പത്തുണ്ടാക്കുന്നു, അത് കൊള്ളാവുന്ന കാര്യമാണ്, അത് ഒരു വളർച്ചയാണ് എന്ന് നമ്മൾ പറയും. സാധാരണഗതിയിൽ ഈ വളർച്ചയെ പുരോഗതിയായിട്ടാണ് നമ്മൾ തെറ്റിദ്ധരിക്കാറ്, അല്ലെങ്കിൽ വിജയമായിട്ടാണ്. ലോകത്തുള്ള മനുഷ്യരൊക്കെ ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. ആ പ്രവൃത്തികൾക്കൊക്കെ താൽക്കാലികമായ ഒരു വളർച്ചയുണ്ട്. അതുകൊണ്ട് കച്ചവടം ആരംഭിക്കുന്നയാൾക്ക് അതിൽ നിന്ന് പണം വരുന്നു, അതൊരു വിജയമായിട്ടാണ് അയാൾ സാധാരണ കരുതുക. അതൊരു വളർച്ച മാത്രമാണ്, അത് വിജയത്തിലെത്തിയിട്ടില്ല. ഒരു പ്രവൃത്തി വിജയത്തിലെത്തണമെങ്കിൽ ആ പ്രവൃത്തിക്ക് ഇതിൻ്റെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഈ താൽക്കാലികതയിൽ ആരംഭിക്കുന്ന പ്രവൃത്തികളെയൊക്കെ സമ്പൂർണ്ണതയായിട്ട് കാണുന്നത് കൊണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമ തീരുമാനം കർത്താവിൻ്റെത് അത്രയെന്ന് പറയുമ്പോൾ, സുഭാഷിതങ്ങൾ 16 പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഞാനൊരു കച്ചവടം തുടങ്ങി, ആ കച്ചവടം നന്നായിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അന്തിമ വിജയം കർത്താവിൻ്റെതാണ്. അങ്ങനെയല്ല. നിങ്ങളൊരു പദ്ധതി വിഭാവനം ചെയ്യുന്നു, ഒരു പ്രവൃത്തി ആരംഭിക്കുന്നു. ആ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അതിൻ്റെ സാമാന്യ ഫലമാണ്, താൽക്കാലിക ഫലമാണ് അതിനുണ്ടാകുന്ന വളർച്ച. ഈ വളർച്ച ലോകത്തുള്ള സകല മനുഷ്യർക്കും, ദൈവത്തോട് ആലോചന ചോദിക്കുന്നവർക്കും ആലോചന ചോദിക്കാത്തവർക്കും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരൊക്കെ വിജയിക്കുകയും ബാക്കിയുള്ളവർ പരാജയപ്പെടുകയും ചെയ്യുന്നുള്ള ചിന്ത ഒരു മൗഢ്യമാണ്. വിജയം ഇവിടെയല്ല. വിജയത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടല്ല. ഇത് സാമാന്യഗതിയാണ്. ഇതെല്ലാ മനുഷ്യർക്കും ദൈവം കഴിവ്, പ്രയത്നശേഷി, അവസരം കൊടുക്കുന്നുണ്ട്, കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ വെച്ചുകൊണ്ട് ഒരു പദ്ധതിയെക്കുറിച്ച് മനുഷ്യർ ചിന്തിക്കും. നമ്മുടെ ജീവിത പരിസരങ്ങൾ, ചുറ്റുപാടുകൾ, ബാല്യകാലം മുതൽ വളർന്ന സാഹചര്യങ്ങൾ, നമ്മുടെ കഴിവുകളൊക്കെ ചേർത്ത് നമ്മളൊരു പദ്ധതി, ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ കൊള്ളാമോ എന്ന് ആലോചിക്കും. ആ ആലോചനയോടെ നമ്മൾ ആ പദ്ധതി തുടങ്ങും. അത് വിജയിച്ചാൽ ആരും അതിനെ കുറ്റം പറയില്ല, ദൈവാലോചനയില്ലെന്നോ കുഴപ്പമാണെന്നോ ഒന്നും പറയില്ല. എന്നാൽ അത് തകർന്നു പോയാൽ ഉടനെ നമ്മൾ പറയും അത് ദൈവാലോചന ഇല്ലാത്തതിനാലാണ്. താൽക്കാലികതയിൽ ഒരു പദ്ധതി തകരാറാകുന്നത് എങ്ങനെയാണ്?
അത് സാമാന്യതയിൽ നമ്മൾ കണക്കാക്കണം. വിശ്വാസിയും അവിശ്വാസിയും എല്ലാം ചേർന്ന ലോകത്ത് താൽക്കാലികതയിൽ ഒരു പദ്ധതി, ഒരു കച്ചവടം പരാജയപ്പെടുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ചുള്ള ആലോചന വേണ്ടും ഇതില്ലാത്തതുകൊണ്ടാണ്. അത് ദൈവാലോചനയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അവിടെ സംഭവിക്കുന്ന എന്താണ്? അത് അവനവൻ്റെ കഴിവിൽ ആശ്രയിക്കുന്നു. എനിക്കറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എനിക്കറിയാമെന്ന ബോധമുള്ളതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു കാര്യം ചെയ്യുന്നു. ഞാനതിന് എക്സ്പെർട്ടിനോട് ആലോചന ചോദിക്കുന്നില്ല, സാഹചര്യങ്ങളെ പരിഗണിക്കുന്നില്ല, എൻ്റെ കഴിവ് എത്രത്തോളം എന്നതിനെക്കുറിച്ച്. അപ്പോൾ അവിടെ ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ഒന്നാമത് പ്രഥമത അതിൽ നിന്ന് കർത്താവ് എന്ന് പറയുന്ന സ്ഥാനം നമ്മൾ തന്നെ അങ്ങ് ഏറ്റെടുക്കും. ദൈവമാണ് കർത്താവ് എന്നുള്ള കാര്യം നമ്മൾ വിട്ടുകളയും. നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ ഓർക്കുന്നില്ല. മനുഷ്യൻ നശ്വരനാണ്, അവൻ്റെ പ്രവൃത്തികളൊക്കെ അപൂർണമാണ്. അപ്പോൾ അപൂർണമായ പ്രവൃത്തികൾക്ക് പൂർണ്ണത നൽകുന്നത് കർത്താവാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ലോകത്തുള്ള സകല മനുഷ്യരും, ഈ ബോധ്യമില്ലാത്തവരും ബോധ്യമുള്ളവരുമായ സകലരും ചെയ്യുന്ന പ്രയത്നങ്ങൾ താൽക്കാലികതയിൽ വളർച്ചയുണ്ടാക്കും. ആ വളർച്ച വിജയമല്ല. നമുക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടത് വിജയത്തിലെത്തിയിട്ടില്ല. രണ്ടാമത്തെ ഘട്ടം സാധാരണഗതിയിലുള്ളത് പുരോഗതിയാണ്. പുരോഗതി എങ്ങനെയാണ്? അതൊരു മൂല്യബോധമുള്ള കാര്യമായിട്ട് നമ്മൾ ചെയ്യും. എന്തും ചെയ്ത് പണം ഉണ്ടാക്കാമെന്നുള്ള നിലയ്ക്കല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു മൂല്യബോധം ഉണ്ടാകും. ഇത് സത്യത്തിന് വിരുദ്ധമാകില്ല, ഇത് സ്നേഹത്തിന് വിരുദ്ധമാകില്ല എന്നൊക്കെ ഒരു തീരുമാനമെടുത്ത് നമ്മൾ പ്രയോഗം നടത്തുമ്പോൾ അത് പുരോഗതി ഉണ്ടാക്കും. ആ പുരോഗതി സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കേവലമായ സാമ്പത്തികമായ അഭിവൃദ്ധിയല്ല, അതിനപ്പുറത്ത് അത് ബന്ധങ്ങളിൽ നമ്മെ വളർത്തും, നമുക്ക് തൃപ്തി ഉണ്ടാകും, നമ്മൾ വളരുകയാണ്, പുരോഗതിയിലേക്ക് പ്രവേശിക്കും. അപ്പോഴാണ് ഒരു പദ്ധതി പുരോഗമിക്കുന്നു എന്ന് പറയാൻ പറ്റുക. ആത്യന്തിക ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതാണ് വിജയം. അതായത് ഇത് ദൈവവചനത്തോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു, ഇത് ദൈവേഷ്ടമാണോ, ഇതിലൂടെ എന്താണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന തിരിച്ചറിവും ബോധ്യവും ഉണ്ടായി ദൈവേഷ്ടത്തിലേക്ക് നമ്മുടെ പ്രവൃത്തി എടുത്തു വയ്ക്കാൻ കഴിയുമ്പോഴാണ് അത് വിജയത്തിലെത്തുക. അപ്പോൾ താൽക്കാലികതയിലുള്ള കാര്യം നമുക്ക് ആലോചിക്കാം. താൽക്കാലികതയിൽ നമ്മൾ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ കർത്താവാണ് അതിൻ്റെ പിന്നിലെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകാനിടയുള്ള ഒരു പിഴവ് പറയാം. അതെന്താണ്? തന്നിൽ ആശ്രയം, താനെന്ന ഭാവം, തന്നിൽ അഭിമാനം. ഈ മൂന്നും അഹങ്കാരമാണ്. അഹങ്കാരം സാധാരണഗതിയിൽ എങ്ങനെയാണ്? സ്വാഭാവിക തകർച്ചകളെ തന്നെ അത് നേടിയെടുക്കുന്ന ഒന്നാണ്. തന്നിൽ ആശ്രയം, ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുന്നു, എൻ്റെ കഴിവിൽ മാത്രം ആശ്രയിക്കുന്നു, ഞാനതിൽ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ കഴിവിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ എൻ്റെ കഴിവിനൊരു പരിമിതിയുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരിമിതികളെ മറികടക്കാൻ എനിക്ക് കഴിയാത്ത വരുന്നതുകൊണ്ട് ഞാൻ നിരന്തരമായ സംഘർഷത്തിലേക്ക് പോകുന്നു. ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആത്മാവിഷ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അവനവനെ തന്നെ പ്രകാശിപ്പിക്കാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അവനവന് തൃപ്തി നൽകേണ്ട ഒരു കാര്യമാണ്. തൃപ്തി എന്നതിന് പകരം ഇവിടെ ഉണ്ടാകുന്നത് ആകുലതയാണ്. അങ്ങനെ ആകുലത ഉണ്ടാകുമ്പോൾ ഒരു പ്രവൃത്തിയിലൂടെ നാം ആർജിക്കേണ്ട സ്വാഭാവികമായ സന്തോഷം നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മൾ കച്ചവടം ആരംഭിച്ചു, ആ കച്ചവടം മുമ്പോട്ട് പോകുന്നുണ്ട്. ആ കച്ചവടം മുമ്പോട്ട് പോകുന്നത് സാമ്പത്തികമായ വലിയ പ്രശ്നങ്ങളിലൊന്നുമല്ല, പക്ഷേ നാം നിരന്തരം അതിൻ്റെ പുറകെയാണ്. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ നേരമില്ല, തൃപ്തി ഉണ്ടാകുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഗുണകരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല, ബന്ധങ്ങളിൽ പുരോഗമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പ്രവൃത്തിയുടെ വളർച്ച നമ്മെ ആകുലതയിലാഴ്ത്തുന്നു. നാളെ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യണമെന്ന ചിന്തയാണ് എപ്പോഴും. അതുകൊണ്ട് ജീവിക്കാൻ നമ്മൾ മറന്നു പോകുന്നു. ചിലരൊക്കെ കച്ചവടമൊക്കെ ആരംഭിച്ചിട്ട്, പദ്ധതികളൊക്കെ ആരംഭിച്ചിട്ട് ആ പദ്ധതികളുടെ പുറകെ പായുമ്പോൾ സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്നലെ എന്ന ദിവസം നിങ്ങളെ എങ്ങനെ അനുഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. പെട്ടിയിൽ എത്ര പണം വന്നെന്ന് മാത്രമേ ഉള്ളൂ പറയാൻ. അത് അവനവനെ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. താൽക്കാലികതയിൽ തന്നെ അതൊരു പരാജയമാണ്, അത് വിജയത്തിലേക്ക് എത്തുന്നില്ല, അത് വളർച്ചയാണെന്ന് പറയാൻ കഴിയില്ല. രണ്ടാമതുള്ളത് ഒരു മൂല്യബോധമുള്ള കാര്യമായിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ മൂല്യബോധമുള്ള കാര്യമായിട്ട് ചെയ്യണമെങ്കിലോ അവിടെയും നമ്മുടെ പ്രവൃത്തിയല്ല ഇതിൻ്റെ പുറകിലുള്ളത്, വിജയം നൽകുന്നത് ദൈവമാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ബോധ്യമില്ലാത്തവരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ അവർ ഈ അപൂർണത അനുഭവിക്കുന്നു എന്ന കാര്യം അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല. രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കുമ്പോൾ അത് തന്നിൽ അഭിമാനം. കച്ചവടം നടത്തുന്നു, അതിൽ വരുമാനം ഉണ്ടാകുന്നു, അതിൽ അഭിമാനബോധം ഉണ്ടാകുമ്പോൾ അഹങ്കാരം എന്ന തിന്മയിലേക്ക് നമ്മൾ പോകും. അഹങ്കാരം തിന്മയിലേക്ക് പോകുമ്പോൾ തന്നിൽ അഭിമാനം ഉണ്ടാകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? മറ്റുള്ളവരെ മാനിക്കാൻ കഴിയാതെ പോകും. തന്നിൽ അഭിമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഒരു വീഴ്ച, അയാൾക്ക് മറ്റുള്ളവരെ മാനിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ ബന്ധങ്ങളെ നമ്മൾ അവഗണിക്കും, മറ്റുള്ളവരെ അവഗണിക്കും, എല്ലാവരെയും നമ്മൾക്കാൾ താഴ്ന്നവരായിട്ട് നമ്മൾ കാണാൻ തുടങ്ങും. ഇത് നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് മാറും. മൂന്നാമത് താനെന്ന ഭാവം. ഈ നിലയിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ എന്നത് പരമപ്രധാനമായിട്ട് മാറും. അപ്പോൾ അഹങ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ താൽക്കാലിക പദ്ധതികൾ വളർച്ചയിൽ പ്രവേശിക്കുമ്പോൾ പോലും
നമുക്ക് ഒരു വീഴ്ച സംഭവിക്കുന്നുണ്ട്, അഹങ്കാരത്തിലേക്ക് നമ്മൾ നിബന്ധിക്കുന്നുണ്ട്, ബന്ധങ്ങളിൽ തകർച്ച ഉണ്ടാകുന്നുണ്ട്, അകലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്നത് പരമപ്രധാനമായി മാറുകയും സ്വാർത്ഥത്തിൽ ഉറയ്ക്കുകയും സ്നേഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ താൽക്കാലിക പദ്ധതി നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ആലോചിക്കണം, എക്സ്പെർട്ടുമായിട്ട് ആലോചിക്കണം. നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ദൈവമേ മരുന്ന് മേടിക്കണമെന്നല്ലല്ലോ ആലോചിക്കുന്നത്. മരുന്ന് മേടിക്കാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു ഡോക്ടറെ, വിദഗ്ധനായൊരു ഡോക്ടറെ നമ്മൾ കണ്ടെത്തും. കാരണം സ്വാഭാവികമായി നമുക്കറിയാം നമ്മുടെ ആലോചനയിലുള്ളതാണ് ഈ പദ്ധതി മാനുഷികമായ താൽക്കാലികമായ പദ്ധതിയാണ്, ഇത് സമ്പൂർണ്ണമല്ല. ഇനി അതിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് പ്രധാനമായും ദൈവാലോചനയുടെ ആവശ്യകത നമ്മുടെ മുമ്പിൽ വരിക. നമ്മൾ ഏത് പദ്ധതി ചെയ്യുമ്പോഴും, വിശ്വാസത്തിൽ അടിയുറച്ച നമ്മൾ ഏത് പദ്ധതി ചെയ്യുമ്പോഴും നമ്മുടെ ആത്യന്തിക ലക്ഷ്യം വിജയമാണ്. വിജയമെന്നത് നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ദൈവേഷ്ടത്തിൽ എത്രത്തോളം ഫലം പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഞാനല്ല പ്രവൃത്തി ചെയ്യുന്നതെന്ന് ബോധ്യം ഉണ്ടാകണം, എൻ്റെ ഇഷ്ടമല്ല നിറവേറുന്നതെന്ന് ബോധ്യം ഉണ്ടാകണം. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എൻ്റേതായിട്ടല്ല, ദൈവത്തെ പ്രതി ദൈവം പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് മാറണം. അപ്പം ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് ദൈവത്തിലാണ്, കർത്താവിലാണ് എന്ന കാര്യം ഓർക്കണം. അത് നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ദൈവാലോചന ആവശ്യമായിട്ട് വരിക. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട്. എല്ലാ മനുഷ്യരുടെയും പ്രകൃതം തന്നെ അതാണ്, അവനവനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഓരോ പ്രവൃത്തിയിലും നമ്മൾ ചെയ്യുന്നത് എന്താ? ഞാൻ എന്നെ വെളിപ്പെടുത്തുക, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ എന്നെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈ വെളിപ്പെടുത്തലാണ്, സ്വയം വെളിപ്പെടുത്തലാണ്. അത് കഞ്ഞി വെക്കുന്നതും കറി വെക്കുന്നതും ചെടി നടുന്നതും പൂ പറിക്കുന്നതും കൃഷി ചെയ്യുന്നതും എല്ലാം അവനവനെ വെളിപ്പെടുത്തലാണ്, അവനവനെ പ്രകാശിപ്പിക്കാനുള്ള മാർഗങ്ങളാണ്. ഇത് ലോകത്തുള്ള സകല മനുഷ്യരും ചെയ്യുന്നുണ്ട്. ഇത് താൽക്കാലിക പദ്ധതികൾ മാത്രമാണെന്നറിയുക. എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തികൾ താൽക്കാലികമാണ്. ഇതെല്ലാം വിജയത്തിലെത്തിയെന്നാണ് എല്ലാവരും ചിന്തിക്കാറ്. ഇപ്പോൾ പണം ഉണ്ടാകുമ്പോൾ വിജയത്തിലെത്തിയെന്നാണ്, അമേരിക്കയിൽ പോകാൻ പറ്റുമ്പോൾ വിജയത്തിലെത്തിയെന്നാണ്, പരീക്ഷ പാസ്സാകുമ്പോൾ വിജയത്തിലെത്തിയെന്നാണ്. ഇത് വിജയമല്ല, ഇത് വളർച്ച മാത്രമാണ്, ഒന്നാം ഘട്ടം മാത്രമാണ്, താൽക്കാലികതയാണ്. ഈ താൽക്കാലികതയിൽ എല്ലാവർക്കും ഒരുപോലെയാണ് ദൈവം ഇത് കൊടുത്തിട്ടുള്ളത്. കഴിവ്, പ്രയത്നശേഷി, അവസരം. അവനവന് ലഭിച്ചിട്ടുള്ള കഴിവ്, പ്രയത്നശേഷി ഉപയോഗിച്ച് അവസരങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ അവർ ആ പ്രവൃത്തിയിൽ വിജയം വരിച്ചതായി കാണപ്പെടും. ഇത് വിജയമല്ല, അത് ഒന്നാം ഘട്ടം മാത്രമാണ്, മാനുഷികതയിലുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഈ പദ്ധതി വിജയിക്കാൻ, ഈ താൽക്കാലികത വിജയിക്കാൻ വേണ്ടി ദൈവമേ ഇത് വിജയിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. ആ പ്രാർത്ഥന എന്തിനു വേണ്ടിയുള്ളതാണ്? എൻ്റെ കഴിവ് കുറവിനെ കുറിച്ചുള്ള എനിക്കുള്ള ബോധ്യത്തെ മറികടക്കാനാണ്. എൻ്റെ കഴിവ് കുറവിനെക്കുറിച്ചുള്ള എൻ്റെ ബോധ്യത്തെ മറികടക്കാനാണ് ഈ താൽക്കാലികതയുള്ള വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതികളിലെ താൽക്കാലികത വിജയിക്കാൻ വേണ്ടി മാത്രമാണ്. അത് വിജയമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യം, ലോകത്തുള്ള എല്ലാവരും പണമുണ്ടാക്കുന്നു, സമ്പത്തുണ്ടാക്കുന്നു, കഴിവുകൾ പ്രകടിപ്പിക്കുന്നു, പ്രശസ്തരാകുന്നു. അതൊക്കെ അവരുടെ താൽക്കാലികമായി ലോകത്ത് ഗുണകരമാകും, പക്ഷേ ആത്യന്തികമായി അത് വിജയത്തിലെത്തുന്നില്ല. ഇപ്പം ഏറ്റവും എളുപ്പത്തിൽ പറയാം, ഒരാളൊരു കച്ചവടം തുടങ്ങി, അയാൾ കോടീശ്വരനായി മാറിയെന്നിരിക്കട്ടെ. അങ്ങനെ കോടീശ്വരനായി മാറി അയാളുടെ സാമ്രാജ്യം ഇങ്ങനെ വികസിപ്പിച്ച് ജീവിച്ചു പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ മനുഷ്യനങ്ങൾ ഇല്ലാണ്ടായി പോവാണ്, മരണം വരികയാണ്, അല്ലെങ്കിൽ അപകടം വരികയാണ്, ദുരിതം വരികയാണ്, പെട്ടെന്ന് അപ്രസക്തനായി പോകുന്നു. അങ്ങനെ അപ്രസക്തനായി പോകുമ്പോൾ അയാൾ ഈ നേടിയതൊക്കെ ആരുടെയാവും? ഈ കഷ്ടപ്പെട്ടതൊക്കെ എന്തിനു വേണ്ടിയാകും? എന്തായിരുന്നു അയാൾക്ക് അതിൽ നിന്ന് കിട്ടിയ മെച്ചം? അയാൾ ഈ ഭൂമിയിൽ അധ്വാനിച്ചത് മാത്രമാണ് മെച്ചം. അയാൾ ഈ ഭൂമിയിൽ അധ്വാനിച്ച സമയങ്ങളിൽ അയാൾ ആത്മസംതൃപ്തി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് അയാൾക്ക് താൽക്കാലികതയിൽ കിട്ടിയിട്ടുള്ളത്. അയാൾക്ക് അതിലൊന്നും മെച്ചമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരാൾ കോടീശ്വരനായതുകൊണ്ട് ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു 16 ബിരിയാണി ഒന്നിച്ച് കഴിക്കാൻ പറ്റൂ? ഇഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഒന്നിച്ച് കഴിക്കാൻ പറ്റൂ? ഒരാൾ സാമ്പത്തികമായി എത്ര ഉയർന്നാലും ഒരു കട്ടിലിൽ കിടന്നല്ലേ ഉറങ്ങാൻ പറ്റൂ? 2 കട്ടിലിൽ കിടന്നുറങ്ങാൻ പറ്റൂ? ഒരു വീടിന് 16 മുറികൾ ഉണ്ടായിരിക്കെ, വിശാലമായ ഒരു വലിയ ബംഗ്ലാവ് പണിതിരിക്കെ, അതിൽ അയാൾക്ക് ഉപയോഗിക്കാവുന്ന സ്ഥലം പരിമിതമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അറ്റം ഈ പരിമിതാവസ്ഥയിലാണ് ചെന്നെത്തുക എന്നറിയണം. ലോകത്തുള്ള എല്ലാ വിജയങ്ങൾക്കും ഈ പരിമിതിയുണ്ട്. അതുകൊണ്ട് ലോകത്തുണ്ടാകുന്ന താൽക്കാലികമായ ജയാപജയങ്ങളെ യഥാർത്ഥ വിജയവുമായി കൂട്ടിക്കാണരുത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ വിജയിക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കാത്തവരും വിജയിക്കുന്നുണ്ടല്ലോ, അവരുടെയും കാര്യം നടക്കുന്നുണ്ടല്ലോ. ഇത് ദൈവം എല്ലാവർക്കുമായി നൽകിയിട്ടുള്ളതാണ്. പിതാവാണ് ദൈവം. എല്ലാവർക്കുമായി ദൈവം നൽകിയിട്ടുള്ള കഴിവ്, പ്രയത്നശേഷി, അവസരങ്ങൾ, അത് എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ വിജയം വരിക്കാൻ കഴിയും, അതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇത് വെറും നേട്ടം മാത്രമാണ്, വിജയത്തിലെത്തിയിട്ടില്ല എന്നറിയുക.
അത് നേട്ടം മാത്രമാണ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പം, ഇവിടെ നമ്മൾ കുടുങ്ങിപ്പോകും. ഈ താൽക്കാലികതയെ ആത്യന്തിക ലക്ഷ്യമായി തെറ്റിദ്ധരിച്ചിട്ടാണ് ബിസിനസ് വിജയമുണ്ടാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അവിടെ നേട്ടമുണ്ടാകും, വിജയമുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥവ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:19 പറയുന്നത്, ഈ ലോകത്തിന് വേണ്ടി മാത്രം, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവൻ നിർഭാഗ്യവാനാണ്. നമ്മളിവിടെയുള്ള കുറവുകളെയും വീഴ്ചകളെയൊക്കെ കുറിച്ച് പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടായില്ല, അല്ലെങ്കിൽ കടബാധ്യതകൾ വരുന്നു, അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരിടുന്ന ഓരോ ജീവിത പ്രതിസന്ധിയും, നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ടാസ്കുകളെല്ലാം നമ്മോട് ദൈവം പറയുന്ന വാക്കുകളായി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എങ്ങനെയാണ് പണത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുക? ഇപ്പോൾ പണം ധാരാളം ഉണ്ടെന്നിരിക്കട്ടെ, നമുക്ക് പണത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ സ്വഭാവം പണത്തിൻ്റെതുപോലെ ആയിത്തീരുമെന്നല്ലാതെ പണത്തിൻ്റെ സ്വഭാവം നമ്മൾ പഠിക്കില്ല. പണത്തിൻ്റെ നശ്വര പ്രകൃതി പഠിച്ചാൽ നമുക്ക് പണത്തിൻ്റെ മേലുള്ള ആഗ്രഹങ്ങൾ അവസാനിക്കും. പണമാണ് പരമപ്രധാനമെന്ന ചിന്ത അവസാനിക്കും. എപ്പോഴാണ് അത് അവസാനിക്കുക? പണമുള്ളപ്പോഴാണോ, അല്ലെങ്കിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോഴാണോ? യഥാർത്ഥത്തിൽ പണത്തിൻ്റെ മൂല്യം എന്താണെന്നും അതെത്ര നിസ്സാരമാണെന്നും അത് ജീവിതത്തിൽ എത്രത്തോളം ഉപകാരപ്പെടുമെന്നും അതെന്തിനു കൊള്ളാമെന്നും നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിൻ്റെ തകർച്ചയിലാണ്. ഒരിക്കലൊരു സഹോദരൻ എന്നെ കാണാൻ വന്നു. അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ കടമുണ്ട്, 28 വയസ്സുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും കാലം ഈ കടമൊക്കെ ഉണ്ടായപ്പോൾ എന്ത് പഠിച്ചു? അദ്ദേഹം പറഞ്ഞു, കഷ്ടപ്പാട് പഠിച്ചു, അല്ലാണ്ട് വേറെ എന്ത് പഠിക്കാനാ? ദുരിതം പഠിച്ചു. ഞാൻ പറഞ്ഞു, പണത്തിൻ്റെ നിസ്സാരത പഠിച്ചില്ലേ? പണത്തിൽ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറവുകൾ പഠിച്ചില്ലേ? പണത്തിൽ ആശ വയ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തകർച്ച പഠിച്ചില്ലേ? അതൊക്കെ പഠിച്ചു. ഓരോ കോഴ്സിനും ഓരോ കോഴ്സ് ഫീ ഉണ്ട്. ഇപ്പം നിങ്ങൾ സാധാരണ ഡിഗ്രി കോഴ്സിന് പോകുമ്പോൾ അതിനൊരു ഫീസ് ഉണ്ട്. ആ സ്ട്രക്ചർ വളരെ താഴ്ന്ന ഫീസാണ്. അതേസമയം നിങ്ങൾ MBBS പഠിക്കാൻ പോവുകയാണെങ്കിലോ, അപ്പോൾ പണച്ചിലവേറും. കാരണം കുറച്ചും കൂടി കാര്യമായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് MBA പഠിക്കുന്ന ആൾക്ക് വേറെ തരത്തിലാണ് സാമ്പത്തിക ചെലവ്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവാണ്. നമ്മൾ ആരും ആലോചിക്കാറില്ല. ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒരാൾ മെഡിസിൻ പഠിക്കാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്നു, എന്നിട്ട് പിന്നെ വരുമാനം ഉണ്ടാക്കാൻ നോക്കുകയാണ്. എന്തിനാണ്? ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്ത കാര്യത്തിനാണ്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ കോഴ്സ് ഫീ എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന ഒരു നഷ്ടമാണ്. ഏത് കോഴ്സിന് ചേരുമ്പോഴും നമുക്ക് സാമ്പത്തികമായ ഒരു നഷ്ടമുണ്ടാകുന്നു. ആ നഷ്ടം എന്തിനു വേണ്ടിയുള്ളതാണ്? അത് ഒരു അറിവ് നേടാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ലോകത്തിൻ്റെ താൽക്കാലികതയെ പഠിക്കാനും പണത്തിൻ്റെ നിസ്സാരതയെ പഠിക്കാനും നിലനിൽപ്പില്ലായ്മയെ പഠിക്കാനും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അവസരമാണ് ഒരു ബാധ്യത, ഒരു തകർച്ച. തകർച്ചയെ അങ്ങനെ കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, നമ്മൾ വലിയ കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ കൂടുതൽ കടമുള്ളവർ വിചാരിക്കേണ്ടത് ഒരു വലിയ കോഴ്സാണ് പഠിക്കുന്നത്, ചെറിയ കോഴ്സല്ല. സാധാരണ കോഴ്സ് പോരാ, എല്ലാവർക്കും ഒരേ കോഴ്സ് പോരാ. പത്രോസിന് വളരെ നിസ്സാര കോഴ്സാണ്. പത്രോസിനോട് ആ പടവൊന്ന് നീക്കാൻ പറഞ്ഞു. അതിൽ കയറിയെന്ന് കർത്താവ് പ്രസംഗിച്ചു. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ തിരുവചനങ്ങൾ നമുക്കത് കാണാം. എന്നിട്ട് പറഞ്ഞു, പ്രസംഗം കഴിഞ്ഞപ്പോൾ വള്ളത്തിൻ്റെ വലതുഭാഗത്ത് വല ഇറക്കുക. പത്രോസിന് കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് മനസ്സിലായേ? കുറച്ച് മത്സ്യം കിട്ടിയപ്പോൾ രാത്രി മാത്രമുള്ള മത്സ്യം രാത്രി കിട്ടാതെ പോയി. എന്നിട്ട് അത് പകല് കിട്ടുമ്പോൾ പത്രോസിന് കാര്യം മനസ്സിലായി. പത്രോസും യോഹന്നാനും യേശുവിൻ്റെ പിന്നാലെ പോയി. വിശുദ്ധ പൗലോസിനെ വിളിക്കുമ്പോൾ പൗലോസിന് കുറച്ചുകൂടി അറിവും കഴിവൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് പൗലോസ് മുക്കുവനൊന്നുമല്ല, പൗലോസ് ഗമാലിയലിൻ്റെ കീഴിൽ നിന്ന് പഠിച്ചവനാണ്. പൗലോസിന് ഈ ചെറിയ അത്ഭുതം പോരാ. പൗലോസിന് കിട്ടിയത് ഒരു അടിയാണ്. ഒരു മിന്നലൊളി വന്ന് അടിക്കുകയാണ്. ഒറ്റയടിക്ക് പൗലോസിന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് പിന്നെ വാലിൽ തീ കൊളുത്തിയതുപോലെ ലോകം മുഴുവൻ ഓടിയടക്കാണ്. കാര്യം ഗ്രഹിച്ചതുകൊണ്ടാണ്. യേശു കർത്താവാണെന്ന് ഗ്രഹിക്കാനായിട്ട് ഒരു അടി വേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളുടെ നാഥൻ ദൈവമാണെന്നറിയാൻ ഒരു തകർച്ചയോ വീഴ്ചയോ ഉണ്ടാകുന്നത് ഒരു വലിയ കാര്യമായിട്ട് കാണണം. ഞാൻ കർത്താവിനെ കണ്ടെത്തിയെന്നാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് നമുക്ക് മനസ്സിലായത് സമ്പത്തിൻ്റെ നിസ്സാരത മനസ്സിലായപ്പോഴാണ്. നാം വചനത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്, സമ്പത്ത് വളരെ ചെറിയ കാര്യമാണ്, സമ്പത്തുള്ളവനല്ല വിജയം എന്ന് നമുക്കറിയാം. അങ്ങനെ ബോധം മനസ്സിലൊക്കെ അറിവുള്ളപ്പോഴും ആത്യന്തികമായി നമ്മുടെ മനസ്സിനകത്ത് നാം എഴുതി വെച്ചിട്ടുള്ളത് സമ്പത്ത് പരമപ്രധാനമാണെന്നാണ്. ആ സമ്പത്ത് പരമപ്രധാനമാണ് എന്ന കാര്യം നമുക്ക് അത് തെറ്റാണെന്നും
ദൈവമാണ് പരമപ്രധാനമെന്നും നമുക്ക് തിരിച്ചറിവുണ്ടാകുന്ന എപ്പോഴാണ്? സമ്പത്തകലുമ്പോഴാണ്. സമ്പത്തകലുമ്പോഴാണ് ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുക. നമ്മെ കരുതുന്നവൻ ദൈവമാണെന്ന് പഠിക്കുക. ഈ ലോകത്ത് ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ലെന്ന് പഠിക്കുന്ന എപ്പോഴാണ്? സാമ്പത്തിക തകർച്ച ഉണ്ടാവുമ്പോഴാണ്. സാമ്പത്തിക തകർച്ചയ്ക്ക് മുമ്പ് വരെ നമ്മൾ പരാശ്രയത്തിലാണ്. പരമമായ ആശ്രയം വിട്ട് പരാശ്രയത്തിലും സ്വയാശ്രയത്തിലും കഴിയുക. ഈ പരമാശ്രയത്തിലേക്ക് നമ്മളെത്താൻ സ്വയാശ്രയവും പരാശ്രയവും വിടാനായിട്ട് ഇടയാക്കുന്ന എപ്പോഴാണ്? അത് സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോഴാണ്, ജീവിത തകർച്ച ഉണ്ടാകുമ്പോഴാണ്. നാം വീണു പോകുമ്പോൾ, നാം തളർന്നു പോകുമ്പോൾ നമ്മെ താങ്ങാൻ ഒരുവനില്ലെന്നും നമ്മെ മനസ്സിലാക്കാൻ ആരുമില്ലെന്നും നമുക്ക് രക്ഷ നൽകാൻ അവന് മാത്രമേ കഴിയൂവെന്നും ജീവിതത്തിൽ എന്നും മുതൽക്കൂട്ട് ക്രിസ്തുവിൻ്റെ ബോധം മാത്രമാണെന്നും നമുക്ക് ഉറപ്പുണ്ടാകുന്ന എപ്പോഴാണ്? ഭൗമികമായ ചുറ്റുപാടുകൾ തകർന്നടിയുമ്പോഴാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, ഭൗതിക പ്രകൃതിയിലുണ്ടാകുന്ന തകർച്ചകൾ ദൈവം നമ്മെ തകർക്കുന്നതല്ല, അതൊരു കോഴ്സാണ്. ഈ ലോകത്തുള്ളൊരു കോഴ്സാണ്. ഇതെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. എല്ലാ ജാതി മതങ്ങളിൽപ്പെട്ട മനുഷ്യരും ലോകത്തുള്ള മനുഷ്യരും പ്രവൃത്തികളിൽ ഇങ്ങനെ വളർച്ച പ്രാപിക്കുന്നുണ്ട്, നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ കോട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാ റോക്കറ്റും തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചത് ബഹിരാകാശത്ത് എത്തിച്ചേരുന്നില്ല. എല്ലാ റോക്കറ്റും ബഹിരാകാശത്തെത്തി, ചന്ദ്രനിലെത്തി, ചൊവ്വയിലെത്തി കാര്യങ്ങൾ പഠിച്ചു പോരുന്നില്ല. പിഴവുകൾ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യ പ്രയത്നം എപ്പോഴും ഇപ്രകാരം ഒരു തകർച്ചയും കൂടിയുള്ള പാക്കേജാണ്. അതിനൊരു നേട്ടമുണ്ട്, ഒരു വീഴ്ചയുണ്ട്. നേട്ടവും കോട്ടവും ഇടകലർന്നാണ്. അതുകൊണ്ട് ഇത് രണ്ടും ദൈവം നമുക്ക് നൽകുന്ന ശിക്ഷയോ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടോ സംഭവിക്കുന്നതാണെന്ന് കരുതരുത്. അതിൽ സംഭവിക്കുന്ന പിഴവ് എൻ്റെ പ്രവൃത്തിയിൽ അതിൻ്റെ നാഥൻ കർത്താവാണെന്ന് ഹൃദയത്തിൽ ഉറയ്ക്കാത്തത് കൊണ്ട് എനിക്കുണ്ടാകുന്ന ആത്മീയമായ വീഴ്ചയാണ്. ഇനി രണ്ടാം ഭാഗം, ഇത് സ്വാഭാവികമായി എല്ലാവരും പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അതിന് ജാതി മതമൊന്നുമില്ല. എല്ലാവരും ബിസിനസ് ചെയ്യുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ച കാര്യങ്ങളിൽ കഴിവും പ്രയത്നശേഷി ഉപയോഗിച്ച് അവർ അവസരങ്ങൾ ഉപയോഗിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ആ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പാളിപ്പോകുന്നു, കോട്ടങ്ങൾ ഉണ്ടാകുന്നു. വീണ്ടും മനുഷ്യൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ലോകത്ത് മുഴുവൻ നടക്കുന്ന പ്രവൃത്തിയാണ്. ഇത് ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയാണ്. അവനവനെ സാക്ഷാത്കരിക്കാൻ, ഞാൻ എന്നതിനെ പ്രസൻറ്റ് ചെയ്യാനുള്ള വഴിയാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവാശ്രയത്തിലേക്ക് എത്തിപ്പെടേണ്ടത് ദൈവാശ്രയത്തിൽ എത്തിച്ചേരുകയാണ് വേണ്ടത്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ കഴിവിൻ്റെ പരിമിതിയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. നമ്മുടെ പ്രവൃത്തികളൊക്കെ ദൈവത്തിലായിരിക്കേണ്ടതാണ്. ബന്ധങ്ങളിൽ വളരേണ്ടതുണ്ട്. കേവലമായ സാമ്പത്തികമായ ഉയർച്ചയല്ല, നേട്ടമല്ല വിജയം എന്നതും പുരോഗതി എന്നതും തിരിച്ചറിയുന്നതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കാത്തവരുണ്ട്. അവരുടെ പ്രവൃത്തികൾക്ക് നേട്ടമുണ്ട്, കോട്ടമുണ്ട്. നമ്മുടെ പ്രവൃത്തികൾക്ക് നേട്ടവും കോട്ടമുണ്ട്. നമ്മുടെ പ്രവൃത്തികളിലുള്ള നേട്ടങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്നതാണെന്ന് വരുമ്പോൾ താൽക്കാലികതയിൽ തന്നെ നമുക്കുള്ള മെച്ചം എന്താണ്? ഇത് എൻ്റെ കഴിവല്ല എന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ നിശ്ചയമായും അഹങ്കാരത്തിൽ നാം നിബന്ധിക്കില്ല. അതുകൊണ്ട് ബന്ധങ്ങളിൽ നമുക്ക് വീഴ്ച ഉണ്ടാകില്ല. മറ്റുള്ളവരെ മാനിക്കാൻ നമുക്ക് പ്രശ്നം ഉണ്ടാകില്ല. തന്നിൽ അഭിമാനം ഉണ്ടാകില്ല. ഈ താൽക്കാലിക നേട്ടം ആത്മീയമായ വീഴ്ചയ്ക്ക് കാരണമായിട്ട് മാറില്ല. അത്രേ അതിനകത്തുള്ളൂ. ആത്മീയമായ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറില്ല. ദൈവിക ബന്ധത്തിൽ നിന്ന് നാം വീണു പോകില്ല പ്രാർത്ഥനയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. രണ്ടാം ഭാഗത്താണ് ആത്യന്തിക ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ആലോചന വേണം. ദൈവവുമായ ഒരു ആലോചന ആവശ്യമായിട്ട് വരുന്നപ്പോഴാണ് ഈ പ്രവൃത്തി വിജയത്തിലെത്തുന്ന കാര്യത്തെക്കുറിച്ചാണ്, ആത്യന്തിക ലക്ഷ്യത്തെ സംബന്ധിച്ചാണ്. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ രക്ഷയ്ക്ക് കാരണമാകുമോ? ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി നിത്യതയിലുള്ള ജീവിതത്തിന് ഉപകാരപ്പെടുമോ എന്ന ആലോചനയാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. ദൈവമേ, ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നതാണോ, മറ്റുള്ളവർക്ക് നന്മയായിട്ട് മാറുന്നതാണോ എന്ന ആലോചന ദൈവത്തോട് ചോദിക്കേണ്ടതുണ്ട്. വിശ്വാസി എന്ന നിലയ്ക്ക് താൽക്കാലികതയിൽ ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക എന്നതിനോടൊപ്പം ദൈവമേ, ഈ പദ്ധതി എൻ്റെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നതാണോ, നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉപകരിക്കുന്നതാണോ? നിത്യതയാണ് വിജയം, താൽക്കാലികതയല്ല. ഇപ്പം യേശു പരാജയപ്പെട്ട ഒരാളാണ്. കുരിശിൽ മരിക്കേണ്ടി വന്നല്ലോ, പരാജയപ്പെട്ട ആളാണ്. പക്ഷേ യേശുവിൻ്റെത് വിജയമാണ്. ആത്യന്തികതയിൽ വിജയമാണ്, താൽക്കാലികതയിൽ പരാജയമാണ്. വിശുദ്ധാത്മാക്കളെയൊക്കെ നോക്ക്, ജീവിതത്തിൽ അവർക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ക്ലേശങ്ങളും ഒക്കെ തന്നെയാണ് കൈമുതൽ. അവർ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ നേട്ടം ഉണ്ടാക്കിയവരാണോ? നേട്ടം ഉണ്ടാക്കിയവരല്ല. ഒന്നും നേടാതെ പോയപ്പോഴും അവരുടെ ജീവിതം വിജയമാണ്. കാരണം അവരുടെ ജീവിതം ദൈവാലോചനയിലാണ്. ഞാൻ എങ്ങനെ ജീവിക്കണം? വിശുദ്ധ ഫ്രാൻസിസ് മാടമ്പിയായി തിരികെ വരാൻ വേണ്ടി കുരിശുദ്ധത്തിന് പോവാണ്. അങ്ങനെ പോകുന്ന വഴി വെച്ചാണ്
ഫ്രാൻസിസിനോട് ദൈവം സംസാരിക്കുന്നത്, നീ യജമാനന് വേണ്ടി യുദ്ധം ചെയ്യുമോ ദാസന് വേണ്ടി യുദ്ധം ചെയ്യുമോ? യജമാനന് വേണ്ടി എന്ന് ദൈവത്തോട് പ്രത്യുത്തരിച്ചു. ദൈവാലോചനയിൽ ദൈവത്തിൻ്റെ പക്ഷം നിന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് തിരികെ പോന്നു, മാടമ്പിയായില്ല. അപഹാസ്യനായി വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടു. ലോകത്തിന്റെ ഭാഷ്യത്തിൽ നോക്കിയാൽ തകർന്നു പോയൊരു മനുഷ്യൻ, പ്രഭുകുമാരനായിരുന്ന ഒരാൾ ഒരു ചാക്ക് കൊടുത്ത് വഴി നടക്കുന്ന ഒരു ആളായി മാറി, ഭ്രാന്തൻ എന്ന് പോലും വിളിക്കപ്പെട്ടു. പക്ഷെ ഫ്രാൻസിസ് ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളെ ശരീരത്തിൽ പേറിയിട്ടുണ്ട്. ഫ്രാൻസിസ് ദൈവസന്നിധിയിലെത്തിയിട്ടുണ്ട്. രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടും വിധം ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിനെ അടയാളപ്പെടുത്താൻ ഫ്രാൻസിസിന് കഴിഞ്ഞു. ഫ്രാൻസിസിൻ്റെത് വിജയമാണ്. ആ നൂറ്റാണ്ടിൽ സഭ ഏറ്റവും കൂടുതൽ ആഡംബരത്തിലേക്ക് പോയൊരു സമയത്ത്, റോമിൻ്റെ തെരുവുകളിലൂടെ സ്ത്രീകൾ നടക്കാൻ ഭയപ്പെട്ടൊരു കാലത്ത്, പുരോഹിതരൊക്കെ ആർഭാടത്തിലും താന്തോന്നിത്വത്തിലുമായിരുന്നൊരു കാലത്ത് ഫ്രാൻസിസ് ചാക്കൊടുത്ത് ദാരിദ്ര്യം പ്രസംഗിക്കാൻ തുടങ്ങി. ഫ്രാൻസിസിന്റെ പ്രഘോഷണം സഭയെ വിശുദ്ധീകരിച്ചു. മാർപ്പാപ്പ അനുവാദം കൊടുക്കുന്നത് എങ്ങനെയാ? ലാക്രൺ ദേവാലയം തകർന്നു വീഴുന്നതായും കൃശഗാത്രനായൊരു മനുഷ്യൻ തൻ്റെ കരം കൊണ്ട് അതിനെ താങ്ങിപ്പിടിക്കുന്നതായും മാർപ്പാപ്പ സ്വപ്നം കാണുന്നു. അങ്ങനെയാണ് ഫ്രാൻസിസിന് അനുവാദം കിട്ടുന്നത് ദാരിദ്ര്യം പ്രഘോഷിക്കാൻ. ഫ്രാൻസിസിന്റെ പ്രഘോഷണം സഭയെ വിശുദ്ധീകരിച്ചു, നവീകരിച്ചു. ഇപ്പോൾ നമുക്ക് ഫ്രാൻസിസ് എടുത്ത പദ്ധതി ദൈവാലോചനയുടേതാണ്. അത് വിജയത്തിലെത്തി. സ്വാഭാവികമായി പട്ടുവസ്ത്രം വിറ്റിരുന്നെങ്കിൽ, സ്വാഭാവികമായി പ്രഭുകുമാരനായി ജീവിച്ചിരുന്നെങ്കിൽ ഫ്രാൻസിസിന് നേട്ടമുണ്ടാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ വിജയമുണ്ടാക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പദ്ധതികൾക്ക് ആത്യന്തിക ലക്ഷ്യമുണ്ടെന്ന കാര്യം ഓർക്കണം. ഈ ആത്യന്തിക ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കലാണ് വിജയത്തിലെത്തുന്ന കാര്യം. യേശുവിൻ്റെ കുരിശുമരണം ഒരു അവസാനമല്ല, അത് വിജയത്തിലേക്ക് എത്തുന്നു, ഉദ്ധാനത്തിലേക്ക് എത്തുന്നു. കാരണം എന്നെ അയച്ചത് പിതാവാണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല ഒന്നും ചെയ്യുന്നത്, പിതാവിനെ അയച്ചത് കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന ബോധ്യമാണ്, ദൈവേഷ്ടത്തിന് വിധേയപ്പെടുന്ന ബോധ്യമാണ് ക്രിസ്തുവിനെ നയിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടത്തിലേക്ക് സ്വയം വളരാൻ, ഈ ലോകത്തിലെ കഷ്ടങ്ങളെയും ക്ലേശങ്ങളെയും സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചപ്പോഴാണ് വിജയം പ്രാപിക്കാനായത്. നാം ചെയ്യുന്ന ബിസിനസ് ആകട്ടെ, നമ്മുടെ ജീവിതമാകട്ടെ, നമ്മുടെ പ്രയത്നങ്ങളാകട്ടെ, അവ താൽക്കാലിക ലക്ഷ്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. ആ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ, ആ നേട്ടങ്ങളൊക്കെ നമ്മുടെ ആത്മാവിന് തകർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ ദൈവാശ്രയത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. ദൈവാശ്രയം അനിവാര്യമാണ്. രണ്ടാം ഘട്ടത്തിൽ ദൈവാലോചന എന്നത് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമെന്ത്? ഇതിലൂടെ ദൈവമേ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് എൻ്റെ ആത്മാവിന് ഗുണകരമാണോ? നീ എന്തു പറയുന്നു ഇതിനെക്കുറിച്ച് എന്ന ആലോചന ഉണ്ടാകണം. പണം ഉണ്ടാകുന്നത് മോശപ്പെട്ട കാര്യമല്ല. പക്ഷെ പണമുണ്ടായാൽ ആ പണം കൊണ്ട് എന്ത് നേടും, ആ പണം എങ്ങനെ വിനിയോഗിക്കും എന്ന കാര്യം ആലോചിക്കണ്ടേ? ഞാൻ പരീക്ഷ എഴുതി പാസ്സായി, ഒരു നേട്ടം നേടി, ഞാൻ ഡോക്ടറായി, എന്നിട്ട് എന്തിനാണ് എന്ന് ചോദിക്കണ്ടേ? എന്നിട്ട് എന്തിനാണെന്ന് ചോദിക്കുന്ന ആലോചന ദൈവത്തോട് ആലോചിക്കാത്ത ഒരാൾ, അയാൾ വീണ്ടും നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, വിജയത്തിലെത്തില്ല. അയാൾ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അയാൾ രോഗികളെ ചികിത്സിക്കും, രോഗികൾ സുഖപ്പെടും, അയാൾക്ക് സമ്പത്തുണ്ടാകും. പക്ഷേ നേട്ടം മാത്രമേ നടക്കുന്നുള്ളൂ, വിജയത്തിലേക്ക് എത്തുന്നില്ല. വിജയം ആത്യന്തികമായി നിത്യരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഓരോ പദ്ധതിയും ദൈവാലോചനയ്ക്ക് വിധേയപ്പെടുത്തണമെന്ന് പറയുന്നത്. അല്ലാതെ സ്വാഭാവികമായ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടല്ല. നേട്ടങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളത് ദൈവാശ്രയമാണ്. ദൈവാശ്രയം അഹംബോധത്തിൽ നമ്മെ മാറ്റും. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാനും ബന്ധത്തിൽ നിലനിൽക്കാനും നമുക്ക് കഴിയും. അത് പുരോഗതി ഉണ്ടാക്കുന്ന കാര്യമാണ്. നേട്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ അപ്പോഴും അത് വിജയത്തിലെത്തിയിട്ടില്ല. 30 മേനി ആദ്യത്തെ നേട്ടം, രണ്ടാമത്തെ പുരോഗതി 60 മേനിയാണ്. 100 മേനി എന്നത് ദൈവത്തിന് പ്രീതികരമായ പ്രവൃത്തിയാണ്. അങ്ങനെ ദൈവത്തിന് പ്രീതികരമായൊരു ജീവിതം നയിച്ച് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ എൻ്റെ ഈ ജീവിതത്തിലെ പ്രയത്നം ഉപകാരപ്പെടുമോ എന്നൊരു ചോദ്യമാണ് ദൈവാലോചന. അല്ലാതെ ഞാൻ അപ്പുറത്തൊരു കിണർ കുത്തുന്നത്, ദൈവമേ നിന്നോട് ഞാൻ ആലോചിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസപരമായൊരു നീക്കമായിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവം വന്ന് പറഞ്ഞു തരും, അപ്പുറത്തൊരു കിണർ കുത്ത്. അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ ഒരു തലത്തിൽ, ഒരു കറിസ്മാറ്റിക് രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ വിചാരിക്കും ദൈവത്തോട് അത് ചോദിച്ചിട്ടാണ് കിണർ കുത്തിയത്, അതുകൊണ്ട് വെള്ളം കിട്ടി. അങ്ങനെയല്ല. അപ്പോൾ ദൈവത്തോട് ചോദിക്കാത്തവരും കിണർ കുത്തണില്ലേ? അവർക്കും വെള്ളം കിട്ടണില്ലേ? ആ ദൈവത്തോട് ചോദിക്കുന്നതിനും ചോദിക്കാത്തതിൻ്റെ അല്ല. അത് നമ്മളങ്ങനെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ നോക്കും. കാര്യങ്ങൾ വ്യക്തമായ ബോധ്യം ഉണ്ടാകണം. ഭൗമിക പ്രകൃതിയിൽ നമുക്ക് ചെയ്യാവുന്നത് വിജയമല്ല, നേട്ടങ്ങൾ മാത്രമാണ്. നേട്ടം ഉണ്ടാകും, പുരോഗതി ഉണ്ടാകും. വിജയം കർത്താവിലാണ്. ഈ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താ? യോഹന്നാൻ 8:42 പറയും, ഞാൻ സ്വമേധയാ വന്നതല്ല,
പിതാവിനാൽ അയക്കപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ അയക്കപ്പെട്ടതാണ്. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിൽ എത്തിച്ചേരുകയാണ്. ദൈവത്തിൽ എത്തിച്ചേരാൻ ഈ ഭൂമിയിൽ വെച്ച് സഹോദരങ്ങളുമായി സ്നേഹത്തിൽ അവർക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച് നമ്മെ മുറിച്ച് വിളമ്പി പിതാവിലേക്ക് എത്തിച്ചേരണം. അപ്പം എന്നെ അയച്ചത് ദൈവമാണെന്നും ദൈവത്തിൽ നിന്നാണ് ഞാൻ വരുന്നതെന്നും ബോധ്യം ഉണ്ടാകുമ്പോൾ എനിക്ക് എല്ലാവർക്കും വേണ്ടിയാകാൻ പറ്റും. എൻ്റെ ജീവിതം വിജയകരമാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ മുറിച്ച് വിളമ്പുമ്പോഴാണ്. അപ്പം നമ്മുടെ താൽക്കാലിക പ്രവൃത്തികളല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജോലി. നമ്മൾ ഈ ഭൂമിയിലെ നമ്മളിതൊക്കെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ഭൂമി ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. പക്ഷെ ആത്യന്തികമായ ജോലി എന്താ? ആത്യന്തികമായ ജോലി പിതാവ് ഏൽപ്പിച്ച ജോലിയാണ്. ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ 17:4, എന്നെ അവിടുന്ന് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി, അവിടുത്തെ നാമം ഞാൻ മഹത്വപ്പെടുത്തി. ദൈവത്തിൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടണം എങ്ങനെയാ? വിശക്കുന്ന ഒരുവനും നമ്മൾ ഭക്ഷണമായിട്ട് മാറുമ്പോൾ അവൻ്റെ ഹൃദയം അനുഭവിക്കുന്ന ആ സമാധാനം ഉണ്ടല്ലോ. കിടക്കാൻ ഇടമില്ലാത്ത ഒരുത്തിന് കിടപ്പാടം കൊടുക്കുമ്പോൾ, അവനെ വീട്ടിൽ സ്വീകരിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഒരു ആശ്രയബോധം ഉണ്ടല്ലോ. ആ ആശ്രയബോധം ചെന്ന് നിൽക്കുന്ന എവിടെയാ? ദൈവം എന്നെ കരുതുന്നു എന്നതിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമി ചെയ്യുക എന്ന കാര്യം ചെയ്യുമ്പോൾ, ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ പദ്ധതികളൊക്കെ അപ്രകാരമായിട്ട് മാറുമ്പോൾ നമുക്ക് ക്രിസ്തു പറഞ്ഞതുപോലെ പറയാൻ പറ്റും, പിതാവേ എന്നെ അവിടുന്ന് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി, അങ്ങയുടെ നാമം ഞാൻ മഹത്വപ്പെടുത്തി. ഇതാണ് നമുക്ക് ഹൃദയത്തിൽ ഉറപ്പും സമാധാനം ഉണ്ടാക്കേണ്ട കാര്യം. നമ്മുടെ സ്വാഭാവികമായ പദ്ധതികളെ രണ്ടായിട്ട് തരംതിരിച്ച് കാണാൻ പറ്റണം. ഒരു താൽക്കാലികതയുണ്ട്, ഒരു ആത്യന്തികതയുണ്ട്. ആത്യന്തികതയാണ് ലക്ഷ്യം വെക്കേണ്ടത്. താൽക്കാലികത ഒരു പരമപ്രധാനമായ കാര്യമല്ല. എന്നാൽ താൽക്കാലികതയിൽ നേട്ടങ്ങൾ നമുക്കുണ്ടാകും. ആ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അഹങ്കരിച്ചു പോകാതിരിക്കാനും ആത്യന്തികതയിലേക്ക് വഴി നടക്കാനും നമ്മെ സഹായിക്കുന്നത് ദൈവാശ്രയ ബോധമാണ്. അപ്പോൾ പ്രാർത്ഥന എന്നത് പരമപ്രധാനമാണ്. ദൈവാശ്രയ ബോധം ഉണ്ടാകുമ്പോഴാണ് നാം അപരന് വേണ്ടിയാണെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുക. പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രവൃത്തി ദൈവാലോചനയിലേക്ക് നീളും. ഇതിൻ്റെ ആത്യന്തിക ഫലം എന്താണ്? ഞാൻ ഈ തുടങ്ങുന്ന സംരംഭത്തിൻ്റെ ഈ പ്രവൃത്തിയുടെ ആത്യന്തിക ഫലം എന്താണ്? ആത്യന്തിക ഫലം എൻ്റെ ആത്മരക്ഷയാണ്. ലോകത്ത് മുഴുവൻ ക്രിസ്തുവിനെ അവതരിപ്പിക്കുക എന്ന ദൗത്യത്തിലുള്ള എൻ്റെ വിജയമാണ്. അതാണ് യഥാർത്ഥ വിജയമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഈ നേട്ടകോട്ടങ്ങൾ നമ്മെ ബാധിക്കാതെയാകുക. അതല്ലാതെ പ്രാർത്ഥിച്ച് നോക്കാത്തത് കൊണ്ടാണ് കാര്യം നടക്കാത്തത്, പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ചെയ്യാഞ്ഞത് കൊണ്ടാണ് വീണു പോയത് എന്ന് കരുതരുത്. ലോകത്ത് എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്ത് ഈ നേട്ടങ്ങളുണ്ട്. നേട്ടമുണ്ടോ കോട്ടമുണ്ട്, ലാഭമുണ്ടോ നഷ്ടമുണ്ട്. അതൊക്കെ ഇടകലർന്ന രണ്ടും ചേർന്നൊരു ജീവിതമാണ് നമ്മുടേത്. എല്ലാവരും നേടുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും നേടാൻ കഴിയില്ല. ഒരു ഓട്ട മത്സരത്തിൽ ഓടുമ്പോൾ അതിൽ ഒരാൾ പരിശീലനമൊക്കെ നേടിയിട്ടുള്ള ഒരാൾ, കൃത്യമായ ഗൈഡൻസ് ഒക്കെ ലഭിച്ച് ഓടുന്ന ഒരാൾ വിജയം വരിക്കും. അത് വിജയമായിട്ടാണ് നമ്മൾ കരുതുക. അതൊരു നേട്ടമാണ്. ആ നേട്ടം കുറഞ്ഞ കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒളിമ്പിക്സിൽ സ്വർണം നേടി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനിയും അതിനേക്കാൾ വേഗത കൂടി ഓടുന്ന ഒരാൾ വേറെ ഉണ്ട് ലോകത്ത്. ഈ മത്സരത്തിൽ പങ്കെടുത്ത ആൾ മാത്രമല്ലോ നിൽക്കണേ, വേറെ ആളുണ്ട്, ഇതിനേക്കാൾ സ്പീഡിൽ ഓടാവുന്ന ആളുണ്ട്. ഓടാൻ അവിടെ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഇയാൾക്ക് താൽക്കാലികമായ നേട്ടം. ഇപ്പം നേട്ടങ്ങളൊക്കെ താൽക്കാലികങ്ങളാണ്. താൽക്കാലിക നേട്ടങ്ങളിൽ അഹങ്കരിച്ചു പോകുമ്പോൾ അത് നിത്യാശത്തിലേക്ക് പോകാൻ കാരണമായിട്ട് മാറും. അവിടെയാണ് ദൈവാശ്രയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. ഇനി നാം എന്തു ചെയ്യുമ്പോഴും വിശ്വാസികളെന്ന നിലയ്ക്ക് നമുക്കുണ്ടാകേണ്ട ഒരു കാര്യം, നാം ഈ ലോകത്ത് ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ വന്നവരാണ്. ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ആ ആത്യന്തിക ലക്ഷ്യവുമായി നമ്മുടെ പദ്ധതിക്ക് എത്രത്തോളം യോജിപ്പുണ്ട് എന്ന കാര്യം ആലോചിക്കണം. ആ ദൈവാലോചന വിജയമാണ് നൽകുന്നത്, നേട്ടമല്ല. അതുകൊണ്ട് നമ്മൾ സാമ്പത്തികമായി ഉയർന്നില്ലെങ്കിലും നമ്മൾ വിജയം വരിക്കാം. നേട്ടങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിലും വിജയം വരിക്കാം. നേട്ടമല്ല വിജയമെന്നറിയണം. നേട്ടം നേടുമ്പോഴും അവിടെ അവസാനിച്ചിട്ടില്ല, വിജയമാണ് വരിക്കേണ്ടത്. വിജയത്തിലേക്ക് എത്താൻ, ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ നിരന്തരമായ ദൈവാലോചനകൾ ആവശ്യമാണ്. അതുകൊണ്ട് പദ്ധതികളെ സംബന്ധിച്ച ഈ വിവേചന ബോധത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ആരംഭിച്ചു, പ്രാർത്ഥിച്ചാണ് ആരംഭിച്ചത്, അത് നടന്നില്ല എന്നതുകൊണ്ട് ദൈവം കൈവിട്ടു എന്നല്ല കരുതേണ്ടത്. ദൈവം നമ്മെ വേറെ മാർഗത്തിലേക്ക് നയിക്കും. അപ്പോൾ അതുകൊണ്ട് നേട്ടങ്ങളല്ല പരമപ്രധാനം, വിജയമാണ് പരമപ്രധാനം. നേട്ടങ്ങൾ ആപേക്ഷികങ്ങളാണ്. അത് എല്ലാവർക്കും ഒരുപോലെയാണ്. അത് വിശ്വാസി അവിശ്വാസി എന്നൊരു ദൈവാലോചന ചോദിക്കാത്തത് കൊണ്ടല്ല സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ആരെങ്കിലും നേടാതെ പോകുമ്പോൾ അവരൊക്കെ ദൈവാലോചന ഇല്ലാത്തവരും വീണുപോയവരുമാണെന്ന് കരുതരുത്. ദൈവാലോചന ആത്യന്തിക ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ തകർന്നു പോയി എന്ന് കരുതപ്പെടുന്ന ഒരാളായിരിക്കാം യഥാർത്ഥത്തിൽ വിജയം വരിച്ചയാൾ. അത് നമുക്ക് പറയാനാകുന്ന കാര്യമല്ല, അത് ദൈവത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോഴാണ് വിജയത്തിലെത്തുക. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴും അടയാളങ്ങൾ പ്രവർത്തിച്ചപ്പോഴും യേശു പ്രഘോഷിക്കപ്പെടുന്നില്ല. പക്ഷേ കുരിശിൽ മരിക്കുമ്പോൾ അവൻ ലോകരക്ഷ സാധ്യമാക്കുന്നു. ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോഴാണ് വിജയം വരിക്കുന്നത്. കുരിശിൽ വിജയം വരിച്ച കർത്താവിന്
ജീവിതത്തിലെ എല്ലാ പദ്ധതികളും പ്രവൃത്തികളും പ്രയത്നങ്ങളും കർത്താവിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. വിജയത്തിൻ്റെ വഴിയാണോ നമ്മുടേതെന്ന് ദൈവാലോചന നമുക്ക് ചോദിക്കാം. ദൈവമേ, ആത്യന്തികമായ രക്ഷയ്ക്ക്, നിത്യരക്ഷയ്ക്ക് കാരണമായിട്ടിത് മാറുമോ എന്ന ആലോചന ഹൃദയത്തിൽ എപ്പോഴും നിലനിർത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.